السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ആഥാറുൽ ഫിതൻ, ഫിത്നകളുടെ അനന്തരഫലങ്ങൾ എന്ന കൊച്ചു കൃതിയാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഫിത്നകൾ, കുഴപ്പങ്ങൾ കഴിഞ്ഞ 3 ദർസുകളിലും സൂചിപ്പിച്ചതുപോലെ അത് കേവലം വന്നു പോവുക എന്നതിലുപരി ഏതൊരു പ്രശ്നത്തിനും അനന്തരഫലങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ഗുരുതരമായ അനന്തരഫലങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അത്തരം അനന്തരഫലങ്ങളിൽ 7 കാര്യങ്ങളാണ് ഇതുവരെ സൂചിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ദർസിൽ 7ാമത്തെ കാര്യമായിരുന്നു പറഞ്ഞത്. അത്തഗ്രീറു ബിന്നാശിഅതി വശബാബ്. ഫിത്നകൾ, കുഴപ്പങ്ങളുണ്ടായാൽ യുവാക്കൾ, യുവത്വത്തിലുള്ള ആളുകൾ അവർ അതിൽ വഞ്ചിതരായി പോകും. നമുക്കറിയാം, ഏത് കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് ആദ്യം ഉത്തരം നൽകുക, അതിൽ ചെന്ന് വീഴുക യുവാക്കളായിരിക്കും. കാരണം യുവത്വം എന്നത് ചോരത്തിളപ്പിൻ്റെ, ആവേശത്തിൻ്റെ ഒരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അൽ ബറകതു മഅ അകാബിരിക്കും. നിങ്ങളിലെ മുതിർന്നവരിലാണ് ബറക്കത്തുള്ളത്. വലിയ ആളുകൾ, മുതിർന്ന ആളുകൾ എന്നത് 2 രൂപത്തിലാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ, വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിപ്പമാണ്. രണ്ടാമത്തേത് പ്രായത്തിൻ്റെ, പക്വതയുടെ വലിപ്പം. ഇത് രണ്ടും വളരെ മഹത്തരമായ കാര്യമാണ്. അത് രണ്ടും ഒരാളിൽ ഒരുമിച്ചാൽ വലിയ ശ്രേഷ്ഠതയാണ് അത്തരം ആളുകൾക്കുള്ളത്. അത്തരം ആളുകളിൽ പൊതുവെ അവധാനത, പ്രവൃത്തി പരിചയം, ക്ഷമ ഒക്കെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെക്കുറിച്ച് താക്കീത് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, യഅതി ഫി ആഖിരി സമാനി ഖൗമുൻ. അവസാന കാലത്ത് ചില ആളുകൾ വരും. ഹുദസാഉൽ അസ്നാൻ സുഫഹാഉൽ അഹ്ലാം. അവരുടെ പ്രത്യേകത എന്താണ്? ഹുദസാഉൽ അസ്നാൻ, അവർ ചെറുപ്പക്കാരായിരിക്കും, ചെറിയ പ്രായക്കാരായിരിക്കും. സുഫഹാഉൽ അഹ്ലാം, വിഡ്ഢി സ്വപ്നങ്ങളിലായിരിക്കും അവർ. വലിയ വലിയ വാഗ്ദാനങ്ങൾ, വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരും. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, ഭൂമുഖത്ത് വെച്ച് ഏറ്റവും നല്ല വാക്കുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വില്ലിൽ നിന്നും അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്നും തെറിച്ചു പോകും. ഖവാരിജകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് ആരംഭിച്ചത് നോക്കൂ നിങ്ങൾ. ഹുദസാഉൽ അസ്നാൻ എന്നാണ്, ചെറുപ്പക്കാരാണ്, ചെറിയ പ്രായക്കാർ, യുവാക്കൾ. സഹോദരങ്ങളെ, ഫിത്നകളിൽ
ചെറുപ്പക്കാർ, യുവാക്കൾ ചെന്നു പതിക്കും. അതുകൊണ്ട് തന്നെ ഏത് കുഴപ്പങ്ങൾ കാണുമ്പോഴും, ഏത് ഫിത്നകൾ കാണുമ്പോഴും, ഏത് പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ അവധാനതയോടുകൂടി പ്രായമുള്ളവരിലേക്ക് അതിനെ മടക്കണം. ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൽമുള്ള, വിജ്ഞാനമുള്ള, അറിവുള്ള ആളുകളെടുക്കൽ അത് മടക്കണം. അതുപോലെ മുതിർന്ന ആളുകൾ പൊതുവേ അവർ ഉണ്ടാവുക മധ്യമ നിലപാടിലായിരിക്കും, എടുത്തുചാട്ടത്തിൻ്റെ ആളുകൾ ആയിരിക്കുകയില്ല. അപ്പം അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ താബിഈ മുതർരിഫ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു ഷഖീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ്. താബിഈയാണ് അദ്ദേഹം, അഥവാ സഹാബികളിൽ നിന്ന് ദീനു പഠിച്ച ആളാണ് അദ്ദേഹം. ഹിജ്റ 95 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സെയ്ദ് ഇബ്നു സുഹാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളാവട്ടെ നല്ല ഒരു വാഇളായിരുന്നു, വഅദ് പറയുന്ന ആളായിരുന്നു. വാക്കുകൾ കൊണ്ട് ആളുകളെ പിടിച്ചിരുത്താൻ കഴിവുള്ള അങ്ങനെയുള്ള ആളായിരുന്നു എന്ന് കാണാം. അയാൾ ജനങ്ങളോട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിനെ പേടിക്കുവാനും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാനും ഒക്കെ ഉപദേശം കൊടുത്തു. ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, ജനങ്ങൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, തീർച്ചയായും നമ്മുടെ റബ്ബ് അള്ളാഹുവാണ്, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നമ്മുടെ ഇമാം പരിശുദ്ധ ഖുർആനാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മുടെ ആളുകളാണ്, നമ്മോട് ആരൊക്കെ എതിരിട്ട് നിൽക്കുന്നുവോ അവരോട് നമ്മൾ പോരാടും, നമ്മളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന അർത്ഥത്തിൽ ഒരു ബൈഅത്ത് കൂടെയുള്ളവരിൽ നിന്നും അയാൾ വാങ്ങുകയാണ്. അവിടെയുള്ള ഓരോരുത്തരോടും ഇത് പറഞ്ഞു. അവരെല്ലാവരും അഖറർത്ത്, അംഗീകരിച്ചു, സമ്മതിച്ചു എന്ന് തിരിച്ചു പറയുകയും ചെയ്തു. മുതർരിഫ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. അദ്ദേഹം പറഞ്ഞു, ല മാ അഖറർത്തു, ഞാനിത് അംഗീകരിക്കുകയില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല അവൻ്റെ കിതാബിലൂടെ നമ്മോട് ചില വാഗ്ദാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതല്ലാത്ത പുതിയ പുതിയ വാഗ്ദാനവുമായി ഒരാൾ കടന്നു വരികയാണെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അപ്പോഴാണ് വെളിച്ചം വരുന്നത്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അവിടെ ഉണ്ടായിരുന്നവരെല്ലാം നേരത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞ വാക്ക് തിരുത്തി പറഞ്ഞു. അവരെല്ലാവരും അവിടുന്ന് ഇറങ്ങി നടന്നു. എത്ര പേരുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. 30 പേരുണ്ടായിരുന്നു അവിടെ. 30 യുവാക്കളെ നല്ല മനോഹരമായ വാക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചോരത്തിളപ്പിൻ്റെ പ്രായം മുതലെടുക്കാനാണ് അയാൾ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾ യുവാക്കൾ ചെന്ന് വീഴുന്നതിൻ്റെ ആഴം പഠിപ്പിക്കാനാണ് അദ്ദേഹം ഈ ചരിത്രം പറഞ്ഞത്. അള്ളാഹു നമ്മുടെ റബ്ബാണ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ, ഇമാം എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വീഴാതിരിക്കുക? സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ. എന്നാൽ അതിന് ശേഷം പറഞ്ഞ വാക്കെന്താണ്? ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉള്ളവരാണ്, അവരുമായി നമുക്ക് ബന്ധമുണ്ട്. അതല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയെടുത്ത ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് അംഗീകരിക്കാത്തവർ ഒന്നല്ലെങ്കിൽ ബിദ്അത്തുകാരായിരിക്കും, അതല്ലെങ്കിൽ മുശ്രിക്കുകളായിരിക്കും. അവരുടെ വക ആളുകളെ പുറന്തള്ളാനാണ് അവർ ഉദ്ദേശിച്ചത്. നോക്കൂ നിങ്ങൾ, യുവാക്കൾ ചെന്ന് വീഴുന്നതിൻ്റെ ആഴം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഭാഗം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെയാണ് പല ഹിസ്ബുകളും പല കക്ഷികളും പല ഇല്ലാത്ത ബൈഅത്തുകളും ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ കാണാം. മെഴുകുതിരി വട്ടത്തിൽ ബൈഅത്ത് വാങ്ങുന്ന ആളുകളുണ്ട്. എന്നിട്ട് അതിൽ നിന്നെങ്ങാനും മാറിയാൽ ഹദീത്ത് പറയും, മാ തമീതതൻ ജാഹിലിയ. നോക്കണം നിങ്ങൾ, രാഷ്ട്രീയ പാർട്ടി അതിന് ബൈഅത്ത് എന്ന പേരിൽ അവർ ഉടമ്പടിയിൽ ഏർപ്പെടും.
എന്നിട്ട് അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചാൽ പറയും ജാഹിലിയത്തിൻ്റെ മരണം വരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതാവ് വലിയുൽ അംറാണ്, ഭരണാധികാരിയാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എത്ര അപകടകരമാണ്! അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അൽ അംറു സാമിൻ, എട്ടാമതായി ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫിത്നകളുടെ കുഴപ്പങ്ങളുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ് ഇദ്ആഫുൽ ഉഖുവത്തിൽ ഈമാനിയ വറാബിതത്തിദ് ദീനിയ. ഈമാനികമായ സാഹോദര്യം, ദീനിയായ ആത്മബന്ധം അത് ക്ഷയിച്ചു പോകും, അതിന് ദുർബലത സംഭവിക്കും. സഹോദരങ്ങളെ, ഒരു ഫിത്ന ഉണ്ടായാൽ, ഒരു കുഴപ്പമുണ്ടായാൽ, ഒരു അഭിപ്രായ ഭിന്നത എന്ന പേരിൽ ഒരു കാര്യം ഉടലെടുത്താൽ മുസ്ലിമീങ്ങളുടെ ഐക്യം തകരും, ഒന്നാമതായി. പിന്നീട് എതിർ കക്ഷി മുസ്ലിമാണ്, എൻ്റെ സഹോദരനാണ്, രക്തബന്ധമില്ലെങ്കിലും ദീനിയായ ബന്ധം എനിക്ക് അവനോടുണ്ട് എന്ന ആ ഒരു ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും ക്രമേണ തെന്നി വീഴും എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഫിത്നയുടെ കുഴപ്പങ്ങളുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. പിന്നീടുണ്ടാവുക പരസ്പരമുള്ള പോരായിരിക്കും, പരസ്പരമുള്ള പകയും വിദ്വേഷവും വെറുപ്പുമായിരിക്കും. കണ്ടാൽ സലാം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നത് യാഥാർത്ഥ്യമാണ്. കുഴപ്പങ്ങളുടെ ഫിത്നകളുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യം. സഹോദരങ്ങളെ, ഇസ്ലാമിക സാഹോദര്യം എന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഹദീസിൽ നമുക്ക് കാണാം, കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ സഹോദരങ്ങളായി തീരുക. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യഖ്ദുലുഹു വലാ യദ്ലിമുഹു വലാ യഹ്ഖിറുഹു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൈയൊഴിയരുത്, അഥവാ സഹായിക്കേണ്ട ഒരു ഘട്ടമെത്തുമ്പോൾ കൈയൊഴിയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതുപോലെ അതിക്രമം കാണിക്കരുത്, ദുൽമ് ചെയ്യരുത്. അതുപോലെ തന്നെ നിസാരനാക്കരുത്, ഒന്നിനും കൊള്ളാത്തവനായി ചിത്രീകരിക്കരുത്, പറയരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അവിടുത്തെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, തഖ്വ എന്നത്, റബ്ബിനെ സൂക്ഷിക്കുക എന്നത് ഇതാ ഇവിടെയാണ്. അത്തഖ്വ ഹാഹുന, തഖ്വ എന്നത് ഹൃദയത്തിലാണ്, ഹൃദയത്തിൽ ഉണ്ടാകണം തഖ്വ. ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, തൻ്റെ സഹോദരനായ മുസ്ലിമായ ഒരു വ്യക്തിയെ നിസാരനായി കാണുക, ഒന്നിനും കൊള്ളാത്തവനാക്കുക എന്നത് മതിയായതാണ്. ഒരുവന് മോശമായി ഭവിക്കാൻ അത് മതിയായതാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായ അർത്ഥത്തിൽ പറഞ്ഞ വേറെയും ഹദീസുകൾ നമുക്ക് കാണാം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. രക്തബന്ധമില്ലെങ്കിലും ഈമാനികമായ ഒരു ബന്ധം എന്നത് രക്തബന്ധത്തിന് പകരം നിൽക്കും, രക്തബന്ധത്തിന് പകരം നിൽക്കും. പറഞ്ഞു വന്നത്, രക്തബന്ധത്തിൻ്റെ വില കുറച്ച് കാണുകയല്ല, മറിച്ച് സ്വന്തം രക്തത്തേക്കാൾ, സ്വന്തം കൂടപ്പുറപ്പിനേക്കാൾ ആദർശ ബന്ധു ഒരുപക്ഷെ നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മെ സഹായിക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ, ദീനിയായ ഉപദേശം നൽകാൻ, എല്ലാറ്റിനും നമ്മോടൊപ്പമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സാഹോദര്യം എന്നത്, ദീനിൻ്റെ പേരിലുള്ള ആത്മബന്ധം എന്നത് വളരെ മഹത്തരമാണ്. ആ ബന്ധം, ആ ആത്മബന്ധം, ആ ഇസ്ലാമിക സാഹോദര്യം ഫിത്നകൾ ഉണ്ടായാൽ, കുഴപ്പങ്ങൾ ഉണ്ടായാൽ ക്ഷയിക്കും, ദുർബലപ്പെടും എന്നതാണ്. സഹോദരങ്ങളെ, അതെത്രയാണ് നമ്മൾ കാണുന്നത്, എത്രയാണത് നമ്മൾ കാണുന്നത്. ഒരു വിഷയം വരുമ്പോൾ
ഒരു മസ്അല വരുമ്പോൾ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ പിന്നെ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി, സലാം പറയാത്ത അവസ്ഥയായി. എത്രത്തോളം എന്നാൽ ഒരു മസ്അലയുടെ പേരിൽ ദൂരെയുള്ള സൗദി അറേബ്യയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് അവനവൻ്റെ വീട്ടിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് പറയുന്നത് കൊണ്ട് ഒരാൾക്കും പ്രയാസം തോന്നരുത്, ആത്മാർത്ഥമായി പറയുകയാണ്, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ കുടുംബത്തിൽ ഐക്യപ്പെടാതെ എങ്ങോ ഇരിക്കുന്ന ഒരു രാജ്യവുമായി ഐക്യപ്പെടാൻ ആരാണ് നമ്മെ പഠിപ്പിച്ചത്? ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? ഏതാണ് ഏറ്റവും മഹത്തരമായി അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചത്? നാട്ടിലും വീട്ടിലും ഭിന്നിപ്പുണ്ടാക്കിയിട്ട്, ഭിന്നതയുണ്ടാക്കിയിട്ട് മറ്റൊരു രാജ്യവുമായി ഐക്യപ്പെടുക നോക്കണം നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ബന്ധങ്ങൾ തകരുകയാണ്, ഇസ്ലാമിക സാഹോദര്യം തകരുകയാണ്. ശരി, ഒരു മസ്അല ഉടലെടുത്താൽ, ഒരു വിഷയം വന്നാൽ പരസ്പരം സംസാരിക്കാം. ആ വിഷയം പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് വ്യക്തമായി ധാരണ ഉണ്ടെങ്കിൽ സംസാരിക്കാം, നമുക്ക് വിമർശിക്കാം, എനിക്കിതാണ് ശരിയായി മനസ്സിലാവുന്നത് എന്നു പറയാം. അതിൻ്റെ അപ്പുറത്തേക്ക് സഹോദരങ്ങളെ, വെറുപ്പും വാശിയും വിദ്വേഷവും എത്രത്തോളം പറഞ്ഞ് ബിദ്അത്ത് വരെ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ്. ആരെയാണ് ഈ ബിദ്അത്തുകാരാക്കുന്നത്? ആരെയാണ് മുബ്തദിഅകളാക്കുന്നത്? തൗഹീദും സുന്നത്തും പറയുന്ന അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെയോ? അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് പൊതുവായി പറയുന്നത് ഖിയാമത്ത് നാൾ വരെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഫഅലൈക്കും ബിസുന്നതി, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിലേക്ക് മടങ്ങുക എന്നതാണ്. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക, അതാണ്. അതല്ലാതെ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ, അഹ്ലുസുന്ന വൽ ജമാഅത്തിനുള്ള അഭിപ്രായ വ്യത്യാസത്തിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള ബിദ്അഈ കക്ഷികളെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത്. ബിദ്അത്തിന്റെ ആളുകളെ, അന്ധവിശ്വാസത്തിൻ്റെ ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആളുകൾ, തൗഹീദും സുന്നത്തും അംഗീകരിക്കുന്ന, സലഫുകളുടെ മാർഗം അവകാശപ്പെടുന്ന അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അതുകൊണ്ട് നോക്കൂ, ഇനി ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, പരസ്പരം ഭിന്നിപ്പുണ്ടായാൽ അള്ളാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, തീർച്ചയായും മുഅ്മിനുകൾ, ഈമാനുള്ളവർ, ഇഖ്വത്തുൻ, അവർ പരസ്പരം സഹോദരങ്ങളാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിൻ്റെ സഹോദരനാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, മുഅ്മിനീങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ, ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, സുൽഹ് ഉണ്ടാക്കുക എന്നാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. രണ്ടാളുകൾ തെറ്റിയാൽ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുകയല്ല വേണ്ടത്. രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായാൽ രഞ്ജിപ്പിനുള്ള വഴികളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സുൽഹ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. വിടരുത്, അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. മറിച്ച് രഞ്ജിപ്പുണ്ടാക്കണം, സുൽഹ് ഉണ്ടാക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ ഒന്നാമത്തെ പടി എന്നത് വാജിബാണ്, നിർബന്ധമാണ്. വാജിബ് ചെയ്യാതിരുന്നാൽ കുറ്റം കിട്ടുമെന്നതാണല്ലോ നമ്മൾ പഠിച്ചത്. സഹോദരങ്ങളെ, എത്ര ആളുകളുണ്ട് നമ്മൾ രഞ്ജിപ്പുണ്ടാക്കുന്നവരായിരിക്കണം. അതല്ലാതെ ഫിത്നക്ക്, കുഴപ്പങ്ങൾക്ക് തിരികൊളുത്തുന്ന ആളുകളായി നമ്മൾ മാറരുത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. മറിച്ച് സുൽഹ് ഉണ്ടാക്കണം. ഇസ്ലാമിക സാഹോദര്യം എന്നത്, മുസ്ലിമീങ്ങളുടെ ഐക്യം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
വളരെ മഹത്തരമായ കാര്യമാണ്. ഒരുപാട് ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, കുഴപ്പമുണ്ടായാൽ, പ്രശ്നമുണ്ടായാൽ, സഹോദരങ്ങളെ, ഫിത്നകൾ ഉടലെടുത്താൽ ഇസ്ലാമിക സാഹോദര്യവും ദീനിയായ ബന്ധവും തകരും, അതിന് ദുർബലത സംഭവിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അൽ-അംറു താസിഅ, 9ാമത്തെ കാര്യം, ശൈഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ ജുർഅതു അലൽ ഖത്ലി വസഫ്കി ദിമാ, കൊല ചെയ്യാൻ, രക്തം ചിന്താൻ ധൈര്യം ലഭിക്കും. കൊല്ലാനും കൊല വിളിക്കാനും തല്ലാനും രക്തം ചിന്താനും ഒരു മടിയും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? തൊട്ടു മുന്നേ അദ്ദേഹം പറഞ്ഞല്ലോ, ഇസ്ലാമിക സാഹോദര്യം തകരും. തൻ്റെ സഹോദരനാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നത് മറന്നുപോകും. പിന്നെ കൊല്ലുക, രക്തം ചിന്തുക, തല്ലുക എന്നതൊന്നും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഫിൽ ഫിത്നതി ലാ തറൗനൽ ഖത്ല ശൈഅൻ, ഫിത്നയുടെ കാലത്ത് കൊലപാതകം എന്നത്, ഒരാളെ കൊല്ലുക എന്നത് ഒരു തെറ്റായി തോന്നുകയില്ല, അതിനൊരു പ്രശ്നവും തോന്നുകയില്ല. എത്രയാണ് നമ്മൾ കാണുന്നത്? ഒരു മുസ്ലിമിനെ കൈനീട്ടി തല്ലാൻ, അടിക്കാൻ, അവൻ്റെ രക്തം ചിന്താൻ ഫിത്നകളുടെ കാലഘട്ടത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ചരിത്രത്തിൽ ഖവാരിജുകളെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം. സഹാബികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കഴുത്തറുത്ത് കൊല്ലാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അദ്ദേഹത്തെ ഒരിക്കൽ ഖവാരിജുകൾ തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് ഹദീത്ത് പറയാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ഹദീത്ത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ ഹദീത്ത്, ഫിത്നയുടെ കാലത്ത് നടക്കുന്നവനേക്കാൾ ഇരിക്കുന്നവനും ഓടുന്നവനേക്കാൾ നടക്കുന്നവനുമാണ് ഉത്തമൻ എന്ന ആ ഹദീത്ത് പറഞ്ഞു കൊടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, നിങ്ങൾ കേട്ടതാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഖവാരിജുകൾ അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവരുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് അവരെയും കൊന്നുകളഞ്ഞു എന്ന് കാണാം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് ചെയ്ത ക്രൂരതയിൽപ്പെട്ടതാണിത്. ഫിത്നയുടെ കാലഘട്ടത്തിൽ രക്തം ചിന്തുക, കൊല്ലുക എന്നത് സഹോദരങ്ങളെ ഒരു തെറ്റായി, ഒരു പ്രയാസമായി കാണുകയില്ല. ഇതെല്ലാ കാലത്തും ഇങ്ങനെയാണ്. ഇനി കൊന്നിട്ടില്ലെങ്കിലും തല്ലാനും അതുപോലെയുള്ള പണിയെടുക്കാനും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ആരുടെ ദേഹത്താണ് ഈ കൈവെക്കുന്നത്? നമ്മുടെ കൂടെ സൊഫിൽ നിൽക്കുന്ന, ഇസ്ലാമിൻ്റെ പേരിൽ ഐക്യപ്പെട്ട നമ്മുടെ ഒരു സഹോദരനാണ്. നാളെ പരലോകത്ത് ആ തല്ലിയ കൈയുമായി, ആ തെറി വിളിച്ച നാവുമായി എങ്ങനെയാണ് സഹോദരങ്ങളെ റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക? ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ഒരാൾ വിജ്ഞാനം, ഇൽമ് എനിക്ക് നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. ഇൽമ്, വിജ്ഞാനം എന്നത് ചുരുക്കി എനിക്ക് എഴുതി തരണം, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഇൽമ കസീറുൻ യബ്ന അഖി, എൻ്റെ സഹോദരപുത്ര, ഇൽമ്, വിജ്ഞാനം എന്നത് ധാരാളമുണ്ട്, ഒരുപാടുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. വലാകിൻ, മറിച്ച്, ഇൻ ഇസ്തതഅത അൻ തൽഖല്ലാഹ ഖഫീഫ അദ്ദഹരി മിൻ ദിമാഇൽ മുസ്ലിമീൻ ഖമീസൽ ബത്നി മിൻ അംവാലിഹിം കാഫൽ ലിസാനി അൻ അറാദിഹിം ലാസിമൻ ലിജമാഅതിഹിം ഫഫഅൽ. അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു, തൽക്കാലം നീ ഇത് ചെയ്യുക. ഇൽമ് ഒരുപാടുണ്ട്, വിജ്ഞാനം എന്നത് ധാരാളമാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ ചെയ്തു കൊള്ളുക. എന്താണത്? ഒരു മുസ്ലിമിൻ്റെ രക്തവുമായി നീ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാളെ വരരുത്. ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് ഭക്ഷിച്ചവനായി നീ റബ്ബിനെ നാളെ കണ്ടുമുട്ടരുത്. മുസ്ലിമീങ്ങളുടെ അഭിമാനം, അതിൽ നിന്നും നിന്റെ നാവിനെ പിടിച്ചു വെക്കുന്നവനാവുക നീ. മുസ്ലിമീങ്ങളുടെ ഐക്യം, അത് നീ മുറുകെ പിടിക്കുകയും ചെയ്യുക. നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഇത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്ന് അദ്ദേഹം ഉപദേശം കൊടുക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കൂ. ഇൽമിനെ കുറിച്ചാണ് ചോദിച്ചത്. പറഞ്ഞു കൊടുത്ത എന്താണ്? ഒരു മുസ്ലിമിൻ്റെ രക്തം മുതുകത്ത് ഇല്ലാത്ത രൂപത്തിൽ, അഥവാ ഒരു മുസ്ലിമിനെയും കൊല്ലാതെ, രക്തം ചിന്താതെ, ഒരു മുസ്ലിമിൻ്റെ സമ്പത്തും അപഹരിക്കാതെ, അവൻ്റെ സമ്പത്ത് ഹറാമായ രൂപത്തിൽ വയറ്റിലേക്ക് ഭക്ഷിക്കാത്ത രൂപത്തിൽ, ഒരു മുസ്ലിമിൻ്റെയും അഭിമാനം പിച്ചു ചീന്താത്ത രൂപത്തിൽ, നോക്കൂ, കയ്യും വയറും നാവും തൊക്കെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അത് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ. എത്ര മനോഹരമായ ഉപദേശമാണിത്. അപ്പോൾ സഹോദരങ്ങളെ, ഫിത്നയുടെ കാലത്ത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമെന്ന് പറഞ്ഞ് അവസാനം പരസ്പരം ചോര ചിന്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. കാരണം ഏത് അഭിപ്രായ വ്യത്യാസമായാലും മറുപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിമായ സഹോദരനാണ്, മുസ്ലിമാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പ്രവാചകനിൽ വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരനാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അവിടുന്ന് ഒരു അറഫയുടെ ദിനത്തിൽ പറഞ്ഞ ആ വാക്ക് നമ്മൾ പലതവണ കേട്ട് കാണും. സഹാബത്തിനോട് അവിടുന്ന് ചോദിച്ചു, അതദ്റൂന അയ്യു യൗമിൻ ഹാദാ വഅയ്യു ശഹ്റിൻ ഹാദാ വഅയ്യു ബലദിൻ ഹാദാ? ഏതാണ് ഈ ദിവസമെന്നും ഏതാണ് ഈ മാസമെന്നും ഏതാണ് ഈ നാടെന്നും നിങ്ങൾക്കറിയുമോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, ഹാദാ ബലദുൻ ഹറാം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ, ഇത് പവിത്രമാക്കപ്പെട്ട ഒരു നാടാണ്, മക്കയാണിത്. വശഹ്റുൻ ഹറാം, അള്ളാഹു പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസമാണിത്. വയൗമുൻ ഹറാം, അള്ളാഹു പവിത്രത നൽകിയ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 അറഫയുടെ ദിനമാണിത്. എല്ലാ അർത്ഥത്തിലും പവിത്രത ഉള്ള ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ, എങ്കിൽ നിങ്ങൾ അറിയുക, വഇന്ന അംവാലക്കും വദിമാഅക്കും അലൈക്കും ഹറാമുൻ, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും പരസ്പരം നിങ്ങൾക്ക് ഹറാമാണ്. അഥവാ തൻ്റെ സഹോദരങ്ങളുടെ രക്തം ചിന്താനോ അവരുടെ സമ്പത്ത് അപഹരിക്കാനോ പാടില്ല. അത് പവിത്രമാക്കപ്പെട്ടതാണ്. കഹുറുമതി ഷഹ്രിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി യൗമിക്കും ഹാദാ. ഈ മാസത്തിനുള്ള പവിത്രത പോലെ, ഈ നാടിനുള്ള പവിത്രത പോലെ, അറഫ ദിനമെന്ന ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളിൽ ഓരോരുത്തരുടെയും സമ്പത്തും നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തവും പവിത്രമാക്കപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. സഹോദരങ്ങളെ, സമ്പത്തും രക്തവും അഭിമാനവുമെല്ലാം അല്ലാഹു തആല പവിത്രത നൽകിയിട്ടുണ്ട്. അതിനെ അപമാനിക്കുക, അതിനെ തകർക്കുക എന്നത് എത്ര മോശമായ കാര്യമാണ്. അതുകൊണ്ട് ഫിത്ന ഉണ്ടായാൽ, കുഴപ്പങ്ങളുണ്ടായാൽ, കൊലയും രക്തം ചിന്തലുമൊന്നും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതിനൊക്കെ ആളുകൾക്ക് ധൈര്യം വരും, അതിനൊക്കെ ആളുകൾക്ക് ധൈര്യം വരുമെന്നതാണ്. അത് ഗൗരവമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നത്, ആക്ഷേപിക്കുക എന്നത് ഫുസൂഖുൻ, അധർമ്മമാണ്, തെമ്മാടിത്തമാണ്. വഖിതാലുഹു കുഫ്റുൻ, അവനെ കൊല ചെയ്യുക എന്നത് കുഫ്റാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ, കുഫ്ർ എന്നാണ്. എന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് അടുക്കാൻ അത് മതിയായതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യവും വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഏതൊരു അഭിപ്രായ വ്യത്യാസത്തിലും ഏത് പ്രശ്നത്തിലും പരസ്പരമുള്ള സാഹോദര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ നാവും നമ്മുടെ കൈയും ഇത് രണ്ടും പിടിച്ചു വെക്കുക. നാളെ പരലോകത്ത് അതുമായി വന്ന് നമ്മുടെ നന്മകളിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരന് എടുത്തു കൊടുക്കുക എന്നത് എത്ര പ്രയാസകരമായ കാര്യമാണ്. നന്മകൾ വാരിക്കൂട്ടി പരലോകത്ത് അതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് എത്ര മോശമായ കാര്യമാണ്, എത്ര പ്രയാസകരമായ കാര്യമാണ്. എന്നിട്ട് അവരുടെ തെറ്റുകൾ, അവരുടെ തിന്മകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടുക എന്നത് എത്ര മോശമായ കാര്യമാണ്. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക എന്നത് എത്ര പ്രയാസകരമായ വേദനാജനകമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്കത് കാണാം. വലിയ പർവ്വത സമാനമായ കർമ്മങ്ങളുമായി ചില ആളുകൾ വരും. പക്ഷേ ദുനിയാവിൽ വെച്ച് അവൻ ചില ആളുകളെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും, ചില ആളുകളെ തല്ലിയിട്ടുണ്ടാകും, ചില ആളുകളെ കൊന്നിട്ടുണ്ടാകും. ഇങ്ങനെ മറ്റുള്ളവരോടുള്ള ദുൽമുമായി അതിക്രമവുമായി വന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാളുടെ നന്മകൾ ഇയാൾ ഉപദ്രവിച്ചവർക്ക് അവിടെ വെച്ച് അള്ളാഹു നൽകും. ഇയാളുടെ നന്മ തീർന്നു പോയാൽ മറ്റുള്ളവരുടെ തിന്മകൾ ഇയാൾക്ക് മേൽ ചാർത്തപ്പെടും. എന്നിട്ട് ഇയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അവധാനത, ക്ഷമ, ഇൽമ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ അംറുൽ ആശിർ, 10ാമത്തെ കാര്യം ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇഖ്തിലാലുൽ അംൻ, നിർഭയത്വത്തിന് വിള്ളലുണ്ടാകും, നിർഭയത്വം നഷ്ടപ്പെട്ടു പോകും. ഫിത്ന ഉണ്ടായാൽ, കുഴപ്പങ്ങളുണ്ടായാൽ അല്ലാഹു തആല അനുഗ്രഹമായി എടുത്തു പറഞ്ഞ അൽ അംന്, നിർഭയത്വം, അതില്ലാതാകും. അത് സഹോദരങ്ങളെ നമുക്ക് കാണാം എല്ലാ അർത്ഥത്തിലും. വ്യക്തിപരമാവട്ടെ സമൂഹത്തിലാവട്ടെ കുഴപ്പമുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ നിർഭയത്വം നഷ്ടപ്പെടും. അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. ഖുറൈശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരോട് അവരുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ റബ്ബിൻ്റെ വിശേഷണമായി പറഞ്ഞു, അല്ലദീ, ആ റബ്ബ് എങ്ങനെ ഉള്ളവനാണ്, അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, വിശന്നപ്പോൾ ആ വിശപ്പ് മാറ്റാൻ അവരെ ഭക്ഷിപ്പിച്ചവനാണ് അല്ലാഹു തആല. വആമനഹും മിൻ ഖൗഫ്, ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം നൽകിയവനാണ് അല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ആരാണോ നേരം പുലരുമ്പോൾ യുദ്ധത്തിൻ്റെ കോലാഹലങ്ങളോ വെടിയൊച്ചകളോ ഒന്നുമില്ലാത്ത രൂപത്തിൽ നേരം പുലരുന്നത്, അവൻ്റെ ശരീരം ആഫിയത്തിലാണ്, രോഗവും പ്രയാസവും ഒന്നുമില്ല, അവൻ അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അവൻ്റെ അടുക്കലുണ്ട്. ഇങ്ങനെ ആർക്കാണോ നേരം പുലരുന്നത്, ദുനിയാവ് മുഴുവനും നേടിയെടുത്തവനെ പോലെയാണ് അവൻ. സുബ്ഹാനല്ലാഹ്. നേരം പുലരുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, വെടിയൊച്ചകൾ, കോലാഹലങ്ങൾ ഒന്നും കേൾക്കുന്നില്ല. ശരീരത്തിന് ആഫിയത്തുണ്ട്, എഴുന്നേൽക്കാൻ സാധിക്കുന്നു, നടക്കാൻ സാധിക്കുന്നു, പ്രയാസമൊന്നുമില്ല. ഭക്ഷണം റെഡിയാണ്, തിന്നാനുള്ള ഭക്ഷണം വീട്ടിലുണ്ട്. ദുനിയാവ് മുഴുവനും കിട്ടിയതുപോലെയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സഹോദരങ്ങളെ ആ അനുഗ്രഹം? കാരണം ഇത് മൂന്നും ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമാണ്. ഇത് മൂന്നും വലിയ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നിർഭയത്വം. ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്ന നാടുകളിലേക്ക് നമ്മൾ നോക്കിയാൽ
ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ നമുക്ക് കേൾക്കാം. സ്ത്രീകൾ അവരെങ്ങനെയാണ് താമസിക്കുന്നത്, അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അല്ലാഹു തആല അവർക്ക് വിജയം നൽകുമാറാവട്ടെ. അല്ലാഹു തആല അവരെ സഹായിക്കുമാറാവട്ടെ. യഹൂദികളിൽ നിന്ന് അല്ലാഹു അവരെ സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവരുടെ ആ അവസ്ഥകൾ നമ്മളൊന്ന് ആ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? എത്ര പ്രയാസകരമായിരിക്കും. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ആ നിർഭയത്വം എത്ര മഹത്തരമാണ്, എത്ര മഹത്തരമാണ്. ഇതര അറബ് നാടുകൾ, അതുകൊണ്ടാണ് കഴിഞ്ഞ ദർസിലൊക്കെ സൂചിപ്പിച്ചത്, ഈ ആളുകൾ പറയുന്നത് പോലെ തോന്നിയതുപോലെ പോയി ബോംബിട്ടാൽ ഇന്ന് കാണുന്ന നിർഭയത്വം ഉണ്ടാവുകയില്ല. എടുത്തുചാടി അബദ്ധം ചെയ്തതിൻ്റെ പേരിലാണ് ഇന്നും ആ നാട് ആ രൂപത്തിൽ അനുഭവിക്കുന്നത്. അതുപോലെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ നിഅമത്താണിത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ആഫിയത്തുണ്ട്, അതുപോലെ ഭക്ഷണവുമുണ്ട്, ദുനിയാവ് മൊത്തം കിട്ടിയതുപോലെയാണ്. ഒരു തലവേദന വന്നാൽ നമുക്കറിയാം ആരോഗ്യത്തിൻ്റെ വില എന്താണ്. ആരോഗ്യത്തിൻ്റെ വില അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതിരുന്നാൽ ഇത്രയും നാൾ നടന്നതിൻ്റെ ആ ആരോഗ്യത്തിൻ്റെ അനുഗ്രഹം എന്തുമാത്രം വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഭക്ഷണം പട്ടിണി കിടക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത് മനസ്സിലാവാത്തത്. ഇന്ന് നമുക്ക് വീട്ടിലില്ലെങ്കിൽ പുറത്തുനിന്ന് തിന്നാം. രുചികരമായ ഭക്ഷണങ്ങൾ, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ നമുക്ക് പല രൂപത്തിൽ തിന്നാം, ആസ്വദിക്കാം. നേരത്തെ പറഞ്ഞ ഫലസ്തീനിലുള്ള ആ പിഞ്ചു കുഞ്ഞുങ്ങൾ, ചെറിയ മക്കൾ, അവിടെയുള്ള ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടവരാണ്. സഹോദരങ്ങളെ, എത്ര വലിയ നിഅമത്താണിത്. ഇത് നഷ്ടപ്പെടുത്താനാണ് ഈ വിവരമില്ലാത്ത ആളുകൾ, എടുത്തുചാട്ടക്കാർ സമൂഹത്തെ വിളിക്കുന്നത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാടുകളിൽ പോലും പലരും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് അവരവരുടെ രൂപത്തിൽ അവർ പ്രതികരിക്കാൻ നടന്നാൽ ഈ പറഞ്ഞ നിർഭയത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? നമുക്കൊന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമോ? കുടുംബവുമായി ഒന്ന് പുറത്തേക്കിറങ്ങാൻ? അതുകൊണ്ട് സഹോദരങ്ങളെ, അമ്ന്, നിർഭയത്വം എന്നത് വലിയ നിഅമത്താണ്. അത് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ ഫിത്നകൾ, കുഴപ്പങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, ഇതൊക്കെ ഉടലെടുത്താൽ നാട്ടിലും വീട്ടിലും മസ്ജിദിലും സ്വന്തം മാനസികമായും ഒക്കെ നിർഭയത്വമില്ലാതാകും. എപ്പോഴും ഏത് സമയത്തും പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് ഇത് ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, 11ാമത്തെ കാര്യം ശൈഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, തജർറുഉ അഹ്ലിൽ ഇൻഹിലാലി അലാ നശ്രി ബാത്തിലിഹിം. ബാത്തിലിൻ്റെ ആളുകൾ അത് പ്രചരിപ്പിക്കാൻ ഫിത്നയുടെ സന്ദർഭം അത് ഉപയോഗപ്പെടുത്തും. ഫിത്നയുടെ സന്ദർഭത്തിൽ ഫിത്നകൾ ഉടലെടുത്താൽ ബാത്തിലിൻ്റെ ആളുകൾ അത് പ്രചരിപ്പിക്കാൻ ധൈര്യം കാണിക്കും. സഹോദരങ്ങളെ, ഇത് നമ്മുടെ നാട്ടിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിയാൽ വ്യക്തമായി ഇതിന് തെളിവ് നമുക്ക് കാണാം. തൗഹീദിൻ്റെ ആളുകൾ ഭിന്നിച്ചപ്പോൾ, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഷിർക്കിൻ്റെ ആളുകൾ അതിനിടയിലൂടെ മടക്കിവെച്ച പഴയ മൗലിദ് കിതാബുകളും മാലക്കിതാബുകളും ഏടുകളും കള്ളക്കഥകളും പുറത്തേക്കെടുത്തു. പുതിയത് അവർ കൊണ്ടുവന്നു. പറഞ്ഞ് കോഴിക്കോട്ടുകാരനായ സുഖമില്ലാത്ത ഒരാളെ മുദബ്ബിറുൽ ആലം എന്ന പദവിയിലേക്ക് ഉയർത്തി. പടച്ചോൻ എന്ന നിലക്കേക്ക് അയാളെ ഉയർത്തി. തൗഹീദ് പറയാൻ നേരം കണ്ടെത്താതിരുന്നപ്പോൾ, പരസ്പരം ശിർക്ക് ആരോപിച്ചപ്പോൾ, അതുമായി ബന്ധപ്പെട്ട ഫിത്നയിൽ മുഴുകിയപ്പോൾ ബാത്തിലിൻ്റെ ആളുകൾ ശക്തമായി രംഗത്ത് വന്നു. ഇത് സഹോദരങ്ങളെ,
ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. കാരണം അവർക്ക് നല്ല ഒരു വഴിയാണിത്. ഹക്കിൻ്റെ ആളുകൾ, തൗഹീദിൻ്റെ ആളുകൾ, സുന്നത്തിൻ്റെ ആളുകൾ ഒരു ഭാഗത്ത് നിന്ന് പോരടിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായിരിക്കും. അപ്പോഴിടയിലൂടെ എന്തും കടത്തിക്കൂട്ടാം. എത്ര കാര്യങ്ങൾ, പുതിയ പുതിയ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നു. എത്ര കാര്യങ്ങളുണ്ട്. ഇവരുടെ വലിയ വലിയ നേതാക്കന്മാർ പോലും പറയാൻ മടിച്ചതാണ് ഈ പറഞ്ഞ ആളുകളെ മുദബ്ബിറാക്കുക എന്നത്. അവരുടെ പാളക്കിതാബുകളിൽ അത് പണ്ടേ ഉണ്ട്. പക്ഷെ അത് മലയാള ഭാഷയിൽ പറയാൻ അവർ ഭയന്നിരുന്നു. കാരണം തൗഹീദിൻ്റെ ആളുകൾ, സുന്നത്തിൻ്റെ ആളുകൾ പ്രബോധനത്തിലായിരുന്നു. തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ മാറ്റങ്ങൾ എമ്പാടും കാണാൻ സാധിച്ചു. പക്ഷേ അതിൽ നിന്ന് തെറ്റി മറ്റു പലതിലേക്കും തെന്നിമാറിയപ്പോൾ ബാത്തിലിൻ്റെ ആളുകൾ തലപൊക്കുകയുണ്ടായി. അതെക്കാലത്തും സഹോദരങ്ങളെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതുകൊണ്ട് ഫിത്നയിൽ അകപ്പെട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ തൗഹീദി ദഅവത്ത് ഒരു ഭാഗത്ത് നിന്ന് ഇല്ലാതാവും, സുന്നത്ത് മരിച്ചു പോകും. പകരം ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുമാണ് നാട്ടിൽ നിറയുക എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 12ാമത്തെ കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തസല്ലുത്തുൽ അഅദാ, ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്ക് മേൽ അധികാരം നേടും. മുസ്ലിമീങ്ങൾ ഭിന്നിച്ചാൽ, ഹക്കിൻ്റെ ആളുകൾ പരസ്പരം ഭിന്നിച്ച് പോരടിച്ചാൽ ബാത്തിലിൻ്റെ ആളുകൾ അവർക്ക് മേൽക്കൈ ലഭിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞത് വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോവരുത്. ഫതഫ്ശലു, അങ്ങനെ ഭിന്നിച്ച് ചിന്ന ഭിന്നമായി കഴിഞ്ഞാൽ നിങ്ങൾ ഭീരുക്കളായി മാറും. നിങ്ങൾക്ക് ഐക്യമില്ലാതെയായാൽ അത് പ്രശ്നമാണ്. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. നിങ്ങളുടെ ആ പരിമളം, സുഗന്ധം, ആ ധൈര്യം അതില്ലാതെയായി പോകും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകും. വരുന്നവനും പോകുന്നവനും ഇസ്ലാമിന് എതിരിൽ സംസാരിക്കാൻ, മുസ്ലിമീങ്ങൾ ആക്ഷേപിക്കാൻ, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് ഫിത്നകളുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ 12ഓളം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ഫിത്ന, ഒരു കുഴപ്പമെന്നത് നാട്ടിലാവട്ടെ, വ്യക്തിജീവിതത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, എല്ലാ സ്ഥലത്തും ഉണ്ടാവാം, ബാധിക്കാം. പഴയകാലത്തുള്ള പല ചരിത്രങ്ങളും വീണ്ടും വീണ്ടും പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത് സമാനമായ രൂപത്തിലേക്കാണ് അതിൻ്റെ പര്യവസാനം എത്തുക. ഇതൊക്കെ ഉണ്ടാവുന്നത് അത്തരം സാഹചര്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാ ഫിത്നകളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫിതൻ മാ ദഹറ മിൻഹാ വമാ ബതൻ. അള്ളാഹുവേ, ഫിത്നയിൽ നിന്ന്, അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് ആവർത്തിച്ച് നമ്മൾ ദുആ ചെയ്യുക. കാരണം ഫിത്നകൾ ഈ രൂപത്തിലുള്ള അനന്തര ഫലങ്ങളിൽ നമ്മെ എത്തിക്കുമെന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ദീനിൽ നിന്ന് തെറ്റിക്കുന്ന എല്ലാവിധ പുകമറകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു തആല ദീനിൽ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, ശിർക്കിൽ നിന്നും, ഖുറാഫാത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.